ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നോട് ക്ഷമിക്കുക, കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വീട്ടിൽ കുട്ടികൾക്ക് ക്ലബ് സാൻഡ്വിച്ച് വേണം കഫറ്റേറിയന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെങ്ങനെയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം, അവരെന്ത് ഫാസ്റ്റ് ഫുഡ് ചോദിച്ചാലും വളരെ കമ്മിയായിട്ടേ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ, ഞാൻ ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ബ്രെഡിനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഗ്രില്ലർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ മാർക്സ് ആക്കിയിട്ട് വെക്കുക. ഇനി ഞാൻ ഇവിടെ ഷാൻ മസാല പൗഡറാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് മസാല പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഷാനിൻ്റെ തന്തൂരി മസാല സൂപ്പറാണ്, എനിക്കതാണ് ഇഷ്ടം. പെയ്ഡ് പ്രൊമോഷനല്ല, ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നേരിട്ട് ബട്ടറിൽ ഞാൻ ഷാനിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കണം, ഷ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കൻ. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് പോലും നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. നല്ല ജ്യൂസി ആയിട്ടുള്ള ആ ഒരു നല്ലൊരു ഫീലായിരിക്കും ചിക്കൻ. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ലെയർ ആ ക്ലബ് സാൻഡ്വിച്ചിൽ വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് നല്ല പോലെ അതിനെ ഒന്ന് വേവിച്ച ചിക്കനാണ് എന്നാലും ഒന്ന് ജ്യൂസിയാക്കി അതിനെ ആക്കുക. ഇനി നമ്മൾ ക്യാബേജും ക്യാരറ്റും നമ്മളവിടെ നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മയോണൈസും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ തേക്കാനുള്ള കോൾസ്ലോ നമുക്ക് റെഡി ആയിരിക്കും. ഇവിടെ ഞാൻ ലെറ്റ്യൂസും വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ തന്തൂരി മസാല ഇട്ടിട്ടുള്ള ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് അതും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കാം. ഞാൻ മുട്ടയാണ്, വേവിച്ച മുട്ടയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, കുക്കുംബർ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ക്ലബ് സാൻഡ്വിച്ചിന് റെഡിയാക്കുന്നത്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും കൂടിയിട്ട് മയനൈസിലാക്കിയത്, വേവിച്ച മുട്ട, നമ്മുടെ ഗ്രില്ല് ചെയ്ത ബ്രെഡ്, അതേമാതിരി തന്നെ നമ്മുടെ ഇത് എന്താ പറയുക, എന്താ എൻ്റെ ഗുരുവായൂരപ്പ പേരും വരുന്നില്ലല്ലോ, ലെറ്റ്യൂസ്. ഓക്കെ, എല്ലാം കൂടി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സംഭവമൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടകേന്ന് കാര്യമാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 4 പീസിലാണ്, ക്ലബ് സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും, നല്ല ഹെവി ആയിരിക്കുമല്ലോ. അപ്പോൾ 4 പീസ് ബ്രെഡ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നിലും നമുക്ക് സോസ് ഒഴിക്കാം. ഞാനിവിടെ ചില്ലി മയണൈസാണ് ഒരു സെക്ഷനിൽ, അതായത് അപ്പറും ഇപ്പറും ബ്രെഡിൽ ഒരേപോലെ തേക്കുക കേട്ടോളൂ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ചില്ലി മയണൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി വെറും മയണൈസ് വേണമെങ്കിൽ വെറും മയണൈസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പ് എന്താ പറയുക, ഇവിടെ വീട്ടിൽ എപ്പോഴും വളരെ കമ്മിയായിട്ട് ഉണ്ടാവുന്ന ബോട്ടിലൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഈ കുലുക്കലും കുടയിലും ഒക്കെ കാണുന്നത്. എന്താ വെച്ചാൽ കിച്ചാപ്പൂവിന് എല്ലാത്തിൻ്റെ കൂടി എടുത്ത് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ 4 എണ്ണം ഇതുപോലെ സെഷനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഓരോന്നിലേക്കും നമ്മൾ ഫില്ലിങ് വയ്ക്കും. അപ്പോൾ നമ്മുടെ സോസും ആക്കി വെച്ചിട്ടുണ്ട്, മയനൈസും ആക്കി വെച്ചിട്ടുണ്ട്. ഒരറ്റത്ത് നിങ്ങൾ നല്ല പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോൾസ്ലോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ ബ്രെഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ തന്തൂരി മിക്സ് ഉണ്ടല്ലോ, അതും കൂടിയിട്ട് ഷ്രെഡ് ചെയ്തിട്ടുള്ളതിനെ ആക്കി വെക്കുക. സംഭവം അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. നേരത്തെ കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. ഇപ്പുറത്തെ സെക്ഷനിൽ നമ്മൾ ലെറ്റ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താണ് പറയുക, നമ്മുടെ കുക്കുംബേഴ്സും വെച്ച് അതേമാതിരി തന്നെ മുട്ടയൊക്കെ വെച്ച് ലെയറിങ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ക്ലബ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ചില ക്ലബ് സാൻഡ്വിച്ചിൽ നമ്മൾ മുട്ട ഓംലേറ്റ് കാണാറുണ്ട്. എനിക്ക് ഈ ഓംലേറ്റിൻ്റെ ആ ഒരു സ്മെല്ല് ആ സമയത്ത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വേവിച്ച മുട്ട വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മനു എന്നോട് പറഞ്ഞു, അമ്മ അതിൽ വെക്കേണ്ട അമ്മ, എനിക്കുള്ളതിനെ ഇതിൽ തന്നെ വെക്കൂ അമ്മ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഡയറക്ഷൻ മാറ്റി. ബിക്കോസ് ഇത് അവന് ഉണ്ടാക്കി അസംബിൾ ചെയ്യുന്ന ക്ലബ് സാൻഡ്വിച്ച് ആയതുകൊണ്ടാണ്. കിച്ചുവിന് പിന്നെ അപ്പുറത്താണ് വെക്കാൻ ഇഷ്ടം. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്തു കൊടുക്കുക, പക്ഷേ വീട്ടിൽ ചെയ്തു കൊടുക്കും എന്നുള്ളത് മാത്രമേ നിയമമുള്ളൂ. ഇനി മറ്റേതിനെ, അതായത് കോൾസ്ലോൻ്റെ അതിനെ എടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് വെക്കുക. ഇനി മറ്റേ ഫില്ലിങ്ങും കൂടിയിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ആ ബ്രെഡിനെയും കൂടി കവർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കും കേട്ടോളൂ.
അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അസംബിൾ ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് ക്ലബ് സാൻഡ്വിച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു ക്ലബ് സാൻഡ്വിച്ച് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള രീതിയിൽ വിശപ്പ് മാറും. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. സോ ദാറ്റ് നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അതൊരു പ്രശ്നമാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തുക. എന്നിട്ട് നല്ല ഷാർപ്പ് നൈഫ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പുറവും ഇപ്പുറവും പിടിച്ചിട്ട് നിങ്ങളൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ ഈ ക്ലബ് സാൻഡ്വിച്ച് ഞാൻ സ്കൂളിലേക്ക് കൊടുത്തു വിടാറില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലേക്ക് കൊടുക്കാതെ അവർ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. സോ ഇതുപോലെ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്ലബ് സാൻഡ്വിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ആ ലെയേഴ്സ് കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് മാത്രമല്ല എന്താണ് പറയുക, നിങ്ങളിതിനെ റാപ്പ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിങ് ഫോയിലില്ലേ, ക്ലിങ് ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം നിങ്ങൾ അവിടെ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് വെക്കൂ. സൂപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കും പറ്റും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഫറ്റേരിയയിലത്തെ സംഭവം ആയതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ലെയർ ആയിട്ടുള്ള രീതിയിൽ. ഇത് ആവശ്യക്കാരൻ തന്നെ നിങ്ങളുടെ അടുത്ത് ഉത്തരം പറയുന്നതായിരിക്കും. Okay? Yes. No patience at all, Munna. Sir, I am very sorry. But Seriously, I did not even take it properly. You were so behind me. how do you expect me to stay patient if it tastes so good? Nice? Awesome. Awesome. Okay, eat.